ഹോളിവുഡ് എന്നത് സ്റ്റുഡിയോ ഡ്രിവൻ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. പ്രൊഡക്ഷൻ സ്റ്റുഡിയോകളാണ് അവിടുത്തെ താരങ്ങൾ. നിരവധി സിനിമകളിൽ നിന്നും സീരീസുകളിൽ നിന്നുമൊക്കെ ഒരുപാട് സ്റ്റുഡിയോകളുടെ പേരുകൾ നമുക്ക് സുപരിചിതമായിരിക്കും. എന്നാൽ നമ്മൾ കാണുന്ന എല്ലാ ടൈറ്റിലുകളും ഒരിക്കലും ഒരു മെയിൻ കമ്പനി ആയിരിക്കില്ല. മെയിൻ കമ്പനികൾക്ക് കീഴിലുള്ള സബ്സിഡറി കമ്പനികളും സബ് ബ്രാൻഡുകളുമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. ഈ പുതിയ വീഡിയോ പരമ്പരയിൽ ഏതൊക്കെ മെയിൻ കമ്പനികൾ ഏതൊക്കെ സബ്സിഡറികളെയും സബ് ബ്രാൻഡുകളെയും ഓൺ ചെയ്യുന്നു എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ കൂട്ടത്തിലെ കൊമ്പന്മാരിൽ ഒരാളായ ഡിസ്നിയിൽ നിന്ന് തുടങ്ങാം. വെൽക്കം ടു ഷോട്ട് ഔട്ട് ടാക്കീസ്. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ഡിസ്നിയുടെ മെയിൻ പ്രൊഡക്ഷൻ ബ്രാൻഡുകളിലേക്ക് ചെല്ലുകയാണെങ്കിൽ സിനിമ പ്രൊഡക്ഷൻ കമ്പനിയായ വാൾട്ട് ഡിസ്നി പിക്ചേഴ്സ്, സിനിമ ആനിമേഷൻ പ്രൊഡക്ഷൻ കമ്പനിയായ വാൾട്ട് ഡിസ്നി ആനിമേഷൻ സ്റ്റുഡിയോസ്, ടെലിവിഷൻ പ്രൊഡക്ഷൻ കമ്പനിയായ വാൾട്ട് ഡിസ്നി ടെലിവിഷൻ സ്റ്റുഡിയോസ്, ടെലിവിഷൻ ആനിമേഷൻ പ്രൊഡക്ഷൻ കമ്പനിയായ വാൾട്ട് ഡിസ്നി ടെലിവിഷൻ ആനിമേഷൻ എന്നിവയാണുള്ളത്. ഇവയ്ക്ക് കീഴിലാണ് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഡിസ്നി ചാനലും ഡിസ്നി എക്സ്ട്രീം, ഡിസ്നി ജൂനിയറും പണ്ടുണ്ടായിരുന്ന ക്യാൻസലായി പോയ ജെറ്റിക്സ് ചാനലടക്കം ഉണ്ടായിരുന്നത്. അടുത്തത് ABC. റേഡിയോയുടെ കാലം മുതലേ തുടങ്ങിയ കമ്പനിയാണ് ABC. പിന്നീട് TV വന്നപ്പോൾ അവിടേക്കും ചുവട് വെച്ചു. അമേരിക്കയിലെ ഏറ്റവും പഴക്കം ചെന്ന ടെലിവിഷൻ ചാനലുകളൊന്നായ ABC 1990കളിലാണ് ഡിസ്നി സ്വന്തമാക്കുന്നത്. അതോടെ മെയിൻ സ്ട്രീം ടെലിവിഷനിലേക്കും ഡിസ്നി ചുവട് വെച്ചു. അതേപോലെ നിലവിൽ ഡിസ്നിക്കുള്ള ടെലിവിഷൻ പ്രൊഡക്ഷൻ കമ്പനിയാണ് ABC സിഗ്നേച്ചർ സ്റ്റുഡിയോസ്. നമ്മളിൽ പലരും കേട്ടിട്ടുള്ള ടച്ച് സ്റ്റോൺ പിക്ചേഴ്സ് ആണ് ഇപ്പോൾ ABC സിഗ്നേച്ചർ എന്ന ബ്രാൻഡായി മാറിയത്. ഇതിന് കാരണം ഡിസ്നി എന്ന ബ്രാൻഡ് കുട്ടികൾക്കുള്ളത് അല്ലെങ്കിൽ ഫാമിലി ആനിമേഷൻ എന്ന രീതിയിൽ അറിയപ്പെട്ടതിനാൽ 1980-90 കാലഘട്ടത്തിൽ കുറച്ചുകൂടി മെച്ചേർഡ് ഫിലിംസിന് വേണ്ടി ഒരു ബ്രാൻഡ് ഡിസ്നിക്ക് ഇറക്കേണ്ടി വന്നു. അങ്ങനെ ഡിസ്നി ഇറക്കിയ ബ്രാൻഡായിരുന്നു ടച്ച് സ്റ്റോൺ പിക്ചേഴ്സ്. എന്നാൽ പിന്നീട് പൈററ്റ്സ് ഓഫ് ദി കരീബിയൻ അടക്കമുള്ള ഫിലിംസ് ഡിസ്നി ബ്രാൻഡിൽ തന്നെ ഹിറ്റായതോടെ ടച്ച് സ്റ്റോണിൻ്റെ പ്രാധാന്യം കുറഞ്ഞു. അങ്ങനെ ടച്ച് സ്റ്റോൺ ABC സിഗ്നേച്ചർ എന്ന ബ്രാൻഡിലേക്ക് ഇപ്പോൾ മാറി. പിക്സാർ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ആനിമേഷൻ സിനിമകൾ സമ്മാനിച്ച സ്റ്റുഡിയോ ആണ് പിക്സാർ. ഒറിജിനലി ആപ്പിൾ ഫൗണ്ടറായ സ്റ്റീവ് ജോബ്സിനെ സ്വന്തം കമ്പനിയിൽ നിന്ന് തന്നെ പുറത്താക്കിയപ്പോൾ അദ്ദേഹം തുടങ്ങിയ ആനിമേഷൻ സ്റ്റുഡിയോ ആയിരുന്നു പിക്സാർ. 3D ആനിമേഷൻ തുടക്കകാലത്ത് നിരവധി ഷോർട്ട് ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്ത പിക്സാർ ടോയ് സ്റ്റോറി എന്ന ചിത്രത്തിലൂടെ ഫീച്ചർ ഫിലിം രംഗത്തേക്ക് കടന്നു. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ ആനിമേറ്റഡ് 3D ഫീച്ചർ ലെങ്ത് ഫിലിമായിരുന്നു ടോയ് സ്റ്റോറി. ടോയ് സ്റ്റോറിയുടെ വിജയം മൂലം പിക്സാർ വീണ്ടും ഫീച്ചർ ഫിലിംസ് ഇറക്കാൻ തുടങ്ങി. ഇതിൻ്റെ എല്ലാം ഡിസ്ട്രിബ്യൂഷൻ വാൾട്ട് ഡിസ്നി ആയിരുന്നു. ഒരുപാട് സംഭവ വികാസങ്ങൾക്കൊടുവിൽ ഡിസ്നി പിക്സാറിനെ വാങ്ങി. അങ്ങനെ ഡിസ്നിക്ക് കീഴിൽ പിക്സാർ നിരവധി ആനിമേറ്റഡ് സിനിമകളും ഷോർട്ട് ഫിലിംസും സീരീസും ഒക്കെ ഇറക്കാൻ തുടങ്ങി. ഇന്ന് ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുള്ളായ ആനിമേറ്റഡ് സ്റ്റുഡിയോസിലൊന്നാണ് പിക്സാർ. മാർവലിനെ പറ്റി ഇനിയൊരു പ്രത്യേക ഇൻട്രൊഡക്ഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ ഫ്രാഞ്ചൈസിയായ MCUവും കോമിക് കമ്പനിയായ മാർവൽ കോമിക്സും ഒക്കെ സമ്മാനിച്ച കമ്പനി. 2009 ഡിസ്നി മാർവലിനെ വാങ്ങുന്നത്. ഡിസ്നി വാങ്ങിയത് മൂലമാണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന ഫ്രാഞ്ചൈസിക്ക് ബഡ്ജറ്റ് ഒരു പ്രശ്നമല്ലാതായി മാറിയത്. അങ്ങനെ MCU ഇന്ന് ലോകത്തിലെ ഏറ്റവും പണം വാരിയ സിനിമാ ഫ്രാഞ്ചൈസിയായി. മാർവലിൻ്റെ സിനിമ പ്രൊഡക്ഷൻ കമ്പനിയായ മാർവൽ സ്റ്റുഡിയോസ്, മാർവൽ ടെലിവിഷൻ എന്ന OTT സീരീസ് പ്രൊഡക്ഷൻ കമ്പനിയായ മാർവൽ ടെലിവിഷൻ, മാർവൽ എന്ന ബ്രാൻഡ് തന്നെ തുടങ്ങി വെച്ച മാർവൽ കോമിക്സ് എന്നിവയ്ക്ക് പുറമെ മാർവൽ ആനിമേഷൻ, മാർവൽ മ്യൂസിക് എന്നിവയും ഡിസ്നിക്ക് കീഴിലാണ്. ലൂക്കാസ് ഫിലിംസ്. 2009 തന്നെ ഡിസ്നി വാങ്ങിയ മറ്റൊരു കമ്പനിയായിരുന്നു ലൂക്കാസ് ഫിലിംസ്. വിഖ്യാത ഫിലിം മേക്കർ ജോർജ് ലൂക്കാസ് തുടങ്ങിയ ഈ സ്റ്റുഡിയോ ആണ് ഹോളിവുഡിലെ എക്കാലത്തെയും പോപ്പുലറായ സ്റ്റാർ വാർസ്, ഇന്ത്യാന ജോൺസ് എന്നീ ഫ്രാഞ്ചൈസികൾ സമ്മാനിച്ചത്. ലൂക്കാസ് ഫിലിംസിന് മെയിൻ സിനിമ പ്രൊഡക്ഷന് പുറമെ അവതാരണടക്കം വിഷ്വൽ എഫക്ട്സ് വർക്ക് ചെയ്ത ILM വിഷ്വൽ എഫക്ട്സ് സ്റ്റുഡിയോ, പോസ്റ്റ് പ്രൊഡക്ഷൻ സൗണ്ട് ഡിസൈനിങ് സ്റ്റുഡിയോ ആയ സ്കൈവാക്കർ സൗണ്ട്സ്, കൂടാതെ ലൂക്കാസ് ഫിലിംസ് ആനിമേഷൻ, ലൂക്കാസ് ഫിലിംസ് ഗെയിംസ്, ലൂക്കാസ് ഫിലിംസ് ബുക്സ് ആൻഡ് ലൂക്കാസ് ഫിലിംസ് മെർച്ചൻഡൈസ് എന്നിവയും ഡിസ്നിക്ക് കീഴിലാണ്. 20th സെഞ്ച്വറി സ്റ്റുഡിയോസ്. ഡിസ്നിയുടെ ഏറ്റവും റീസെൻ്റായി നടന്നതും ഏറ്റവും വലുതുമായ അക്വിസിഷൻ ഡിസ്നി 20th സെഞ്ച്വറി മർജർ. ഡിസ്നി പോലെ തന്നെ വലിയൊരു കമ്പനിയായ 20th സെഞ്ച്വറി 50 ബില്യൺ മുകളിൽ പണം നൽകിയാണ് ഡിസ്നി വാങ്ങിയത്. 21st സെഞ്ച്വറി ഫോക്സ് എന്ന പേരന്റ് കമ്പനിയുടെ കീഴിലുള്ള ഭൂരിഭാഗം കണ്ടൻസും ഡിസ്നി 2019 വാങ്ങി. ഇക്കൂട്ടത്തിൽ ഇല്ലാത്ത ചില കണ്ടൻസ് എല്ലാം കൂടി ഫോക്സ് കോർപ്പറേഷൻ എന്ന മറ്റൊരു കമ്പനിയായി മാറി. ഇക്കാരണം കൊണ്ടാണ് 20th സെഞ്ച്വറി ഫോക്സ് എന്നതിന് പകരം 20th സെഞ്ച്വറി സ്റ്റുഡിയോസ് എന്ന് റീനെയിം ചെയ്യേണ്ടി വന്നത്. ഫോക്സ് എന്ന ബ്രാൻഡ് ഡിസ്നിക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. 20th സെഞ്ച്വറിക്ക് കീഴിലുള്ള കമ്പനികൾ ഏതൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയായ 20th സെഞ്ച്വറി സ്റ്റുഡിയോസ്, ടെലിവിഷൻ പ്രൊഡക്ഷൻ കമ്പനിയായ 20th സെഞ്ച്വറി ടെലിവിഷൻ, OTT പ്രൊഡക്ഷൻ കമ്പനിയായ 20th ഡിജിറ്റൽ സ്റ്റുഡിയോസ്, സിനിമയ്ക്കും TVക്കും വേണ്ടി ഫാമിലി കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയായ 20th സെഞ്ച്വറി ഫാമിലി, മെച്ചോർഡ് മൂവീസ് പ്രൊഡക്ഷൻ കമ്പനിയായ സെർച്ച്ലൈറ്റ് പിക്ചേഴ്സ്, മെച്ചോർഡ് ടെലിവിഷൻ പ്രൊഡക്ഷൻ കമ്പനിയായ സെർച്ച്ലൈറ്റ് ടെലിവിഷൻ എന്നിവയ്ക്കൊപ്പം നേച്ചർ ചാനലായ നാഷണൽ ജിയോഗ്രഫിക്കും മറ്റൊരു ടെലിവിഷൻ ചാനലായ FXും കൂടിയുണ്ട്. നിരവധി വ്യത്യസ്തമായ ക്വാളിറ്റി കണ്ടൻസ് ഇറക്കുന്ന ഒരു ചാനലാണ് FXനെ പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഫോക്സിന് കീഴിലായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള സ്റ്റാർ നെറ്റ്വർക്ക്. ഫോക്സ് സ്റ്റാർ സ്റ്റുഡിയോസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി ഇവർക്കുണ്ടായിരുന്നു. ഡിസ്നി മർജർ മൂലം ഏഷ്യാനെറ്റ്, സ്റ്റാർ സ്പോർട്സ് അടക്കമുള്ള സ്റ്റാറിന് കീഴിലുള്ള ചാനലുകളും ഡിസ്നിക്ക് സ്വന്തമായി. ഇതിനു പുറമെ ഐസേജും റിയോയും ഒക്കെ നമുക്ക് സമ്മാനിച്ച ബ്ലൂ സ്കൈ സ്റ്റുഡിയോസ് എന്ന ആനിമേഷൻ സ്റ്റുഡിയോസും ഫോക്സ് മർജർ വഴി ഡിസ്നിക്ക് കിട്ടിയെങ്കിലും കഴിഞ്ഞ വർഷം ആ കമ്പനി പൂട്ടി. ഇനി ഡിസ്നി മെജോറിറ്റി ഷെയർസ് വഴി ഓൺ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ആൻഡ് ചാനൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹുലു. ഡിസ്നിക്ക് പുറമെ WBക്കും യൂണിവേഴ്സൽ പിക്ചേഴ്സിനും കൂടി ഷെയറുള്ള ഹുലു എന്ന OTT പ്ലാറ്റ്ഫോമിൽ ഫോക്സ് മർജർ കൂടി കഴിഞ്ഞതോടെ 60% എന്ന മെജോറിറ്റി ഷെയർ ഹോൾഡ് ഡിസ്നിക്കായി. ഇന്ത്യയിൽ നിലവിൽ ഹുലു അവൈലബിൾ അല്ല.
ഇനിയുള്ളത് ഹേഴ്സ്റ്റ് കോർപ്പറേഷൻ എന്ന കമ്പനിയുമായി ചേർന്ന് ഡിസ്നി പാർട്ണർഷിപ്പിൽ വാങ്ങിയ ചാനലുകളാണ്. ആദ്യത്തെ നമുക്കെല്ലാം സുപരിചിതമായ സ്പോർട്സ് ചാനൽ ESPN. ESPNൻ്റെ 80% ഷെയറുകൾ ഡിസ്നിയുടെ കയ്യിലാണ്. ബാക്കിയെല്ലാം ഹേഴ്സും ഡിസ്നിയും 50-50 ഷെയർസിലാണുള്ളത്. ഹിസ്റ്ററി TV, A+E TV, ലൈഫ് ടൈം TV എന്നിവയാണവ. ഇതിന് പുറമെ മ്യൂസിക് റെക്കോർഡിംഗ് കമ്പനിയായ ഹോളിവുഡ് റെക്കോർഡിംഗ്സും OTT പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസും ഡിസ്നിയുടെ കീഴിലാണ്. ഇന്ത്യയിൽ സ്റ്റാറിൻ്റെ OTT പ്ലാറ്റ്ഫോമായിരുന്ന ഹോട്ട്സ്റ്റാറുമായി മെർജ് ചെയ്ത ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന പേരിലാണ് ഈ പ്ലാറ്റ്ഫോം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഡിസ്നിക്ക് കീഴിലുള്ള സബ്സിഡറീസ് ആൻഡ് സബ് ബ്രാൻഡ്സിനെ കുറിച്ചുള്ള ഞങ്ങളുടെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതേപോലെ ഞങ്ങളുടെ ചാനൽ ഒരുപാട് വീഡിയോ സീരീസുകൾ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പുതിയ വീഡിയോ സീരീസ് നിങ്ങൾക്ക് എത്രമാത്രം വേണമെന്നനുസരിച്ചിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. സോ നിങ്ങൾ എത്ര പേർക്ക് ഈ ഒരു പുതിയ വീഡിയോ സീരീസ് കമ്പനികളുടെ സബ്സിഡറീസിനെ കുറിച്ചുള്ള വീഡിയോ സീരീസ് താല്പര്യമുണ്ടെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും ഇതിനെ തുടർന്ന് വരുന്ന വീഡിയോസ്. അതേപോലെ ബാക്കി മൂവീസ് ആൻഡ് സീരീസിനെ ബേസ് ചെയ്തുള്ള വീഡിയോസൊക്കെ തന്നെ ഞങ്ങളുടെ ചാനൽ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ചാനൽ നിങ്ങളിതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും. This is Srinathan Changanur signing off from Showdown Talkies.